നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ നിരപരാധിയാ. അത് തെളിയിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അതിന് നീ ജീവിച്ചിരുന്നേ മതിയാവൂ. അതുകൊണ്ട് മരണം അത് നീ അങ്ങ് വിട്ടേക്ക്. നീ ഉറച്ച കാലിൽ നിൽക്കണം. വരുന്നതെല്ലാം ധൈര്യത്തോടെ നേരിടണം. മോളെ, അവളെന്നെ ചതിച്ചു. എവിടെ നോക്കിയാ കൊച്ചായി നടക്കുന്നത്? രാവിലെ ഇറങ്ങിക്കോളും മറ്റുള്ളവരെ വരയ്ക്കാൻ. നാശങ്ങള്. മീനാക്ഷി, വണ്ടിയുടെ മുമ്പിൽ ചാടി ചാവാൻ നടക്കുക. ഇതൊക്കെ പൊതു ശല്യങ്ങളാ. എന്ത് പറ്റിയതാ? ആരും മനപ്പുറം ഒന്നും ചാടില്ലല്ലോ ഏട്ടാ. വിട്ടുകളാ. സുചിടാ, പിടിക്ക്. മീനാക്ഷി, മീനാക്ഷി വാ. കുടിക്ക്. എന്താ എന്താ നിനക്ക് പറ്റിയേ? നീ വിഷമിക്കാതെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരും. നീ സമാധാനായിട്ടിരിക്കും. പറ മീനാക്ഷി, എന്താ ഉണ്ടായി? പറയും മീനാക്ഷി, എല്ലാം തുറന്നു പറ. കാർത്തേട്ടൻ പിന്നെയും ഹോസ്പിറ്റലിലായി.
ഒരു സിദ്ധൻ മുത്തശ്ശിയോട് പറഞ്ഞത്രേ, ഞാൻ കാർത്തിയേട്ടനെയും കൊന്ന് ചെമ്പകമംഗലം നശിപ്പിക്കുമെന്ന്. സിദ്ധനും മണ്ണാങ്കട്ടെ ഇക്കാലത്തും പോകുന്നുണ്ടല്ലോ. ഇത്രയും വിവരമുള്ളവര് ഈ സിദ്ധന്റെ മുമ്പില്. ആ സിദ്ധനെ ഒന്ന് കാണിച്ചു തരുമോ? എന്തിന്? അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാനാ. അതിന് അയാൾ എന്ത് പിഴിച്ചു? അതയാളുടെ വയറ്റിപ്പഴുപ്പ്. പോയവരല്ലേ തെറ്റുകാര്. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? പിന്നെ എന്താ നിന്റെ പ്ലാൻ? മരിക്കാനോ? മീനാക്ഷി, നീ ആത്മഹത്യ ചെയ്താല് നിന്റെ പേരിൽ ചാർത്തിയ എല്ലാ കുറ്റങ്ങളും അതേപടി നിലനിൽക്കും കാലങ്ങളോളം. നിന്നെ തെറ്റുകാരിയാക്കിയവര് വിജയിക്കും. നീ എന്നേക്കുമായി തോൽക്കും. ആത്മഹത്യ ചെയ്തവരുടെ പേരില് ആദ്യം സഹതാപം കാണിക്കുന്നവര് പിന്നീട് അവരെ കളിയാക്കും. ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ നാണം കെട്ട ഏർപ്പാടാ. ആത്മഹത്യ ദൈവത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നീ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നീ ജീവിച്ച് കാണിക്കണം. ഇത്രയും നാള് നീ എല്ലാവരുടെ മുമ്പിലും തോറ്റു. നിനക്കും ഒന്ന് വിജയിക്കണ്ടേ? മീനാക്ഷിയുടെ അച്ഛൻ ജയിലിൽ കിടന്ന് മരിച്ചയാളാ. മരിച്ചതല്ല, കൊന്നതാ. അച്ഛനെ കൊന്നവരോട് മീനാക്ഷിക്ക് കണക്ക് തീർക്കണ്ടേ? നിന്റെ പേരിൽ ഇപ്പോഴും ഒരു മോഷണക്കുറ്റം നിലനിൽക്ക്. ആ ഉടവാൾ മോഷണം. അത് മോഷ്ടിച്ചവരെ നിനക്ക് കണ്ടെത്തണ്ടേ? നീ നിരപരാധിയാ. അത് തെളിയിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അതിന് നീ ജീവിച്ചിരുന്നേ മതിയാവൂ. അതുകൊണ്ട് മരണം അത് നീ അങ്ങ് വിട്ടേക്ക്. നീ ഉറച്ച കാലിൽ നിൽക്കണം. വരുന്നതെല്ലാം ധൈര്യത്തോടെ നേരിടണം. ഞങ്ങളുണ്ട് കൂടെ. നിന്റെ ചേച്ചിയും ചേട്ടനും നിന്റെ ദൈവമേ പോലെ നിന്നെ സ്നേഹിക്കുന്നവരാ ഞങ്ങള്. നീ വാ, നിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാം. അങ്ങോട്ട് ചെല്ലാൻ അവർ സമ്മതിക്കില്ല. വേണ്ട, ചെമ്പകമംഗലത്തേക്ക് പോവാലോ. ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ നീ അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.